ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളിവിടെ വന്നിരിക്കുന്നതേ അലങ്കാര മത്സ്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ഷോപ്പിലാണ് കേട്ടോ. അപ്പോൾ മോൻ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് ഒരു മീനിനെ മേടിക്കണം എന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും അതങ്ങ് മേടിച്ചേക്കാന്ന് കരുതട്ടെ. ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീനുകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് വളരെ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. മോൻ ഇടയ്ക്ക് പറഞ്ഞത് കൊണ്ടിട്ട് ഒരെണ്ണം മേടിക്കാമെന്ന് കരുതി വന്നുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ആകെ കൺഫ്യൂസ്ഡായി എന്ത് വാങ്ങിക്കണം എന്നും പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു കാര്യമൊന്നും നമ്മൾക്ക് തന്നെ അറിയില്ല കേട്ടോ. കാരണം ഫസ്റ്റ് ടൈമാണ് നമ്മൾ മീൻ വളർത്താനും മറ്റും പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും ഭയങ്കര കൺഫ്യൂസ്ഡാണ്. കാരണം ഒത്തിരി അലങ്കാര മത്സ്യങ്ങളുണ്ടല്ലോ, ഇതിലേതെടുക്കുമെന്ന് ആകെ കൺഫ്യൂഷനാണ്. പക്ഷേ മോൻ്റെ മനസ്സിലൊരു മീനുണ്ട് കേട്ടോ, പിങ്ക് കളർ മീനാണ്. അപ്പോൾ ഞങ്ങൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. ഇവിടെ വന്നപ്പോഴേക്കും നമുക്ക് ഇവിടെ കണ്ടിരിക്കുന്ന മീനുകളുടെ പേരുകളൊന്നും തന്നെ അറിയില്ല കേട്ടോ. എല്ലാം വളരെ മനോഹരമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ മോനാണെങ്കിൽ ഓരോന്നൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, അതെടുക്കണം ഇതെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവൻ്റെ മനസ്സിൽ പിങ്ക് കളറാണ് അവൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവൻ യൂട്യൂബ് സെർച്ച് ചെയ്തിട്ട് ഒരു പിങ്ക് കളർ മീൻ മനസ്സിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വളരെയധികം കളർഫുള്ളായിട്ടുള്ളൊരു മീനെ കണ്ടു. ആ ഒരു അക്വേറിയത്തിൻ്റെ അടുത്ത് നമ്മൾ വന്നിരിക്കുവാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ പിങ്ക് ഷെയ്ഡുള്ള മീനുണ്ട് കേട്ടോ. അപ്പോൾ അവൻ അതിനെ കാണിച്ചു തരാം കേട്ടോ. അതിനുശേഷം അതിൻ്റെ ഇപ്പുറം തൊട്ടടുത്തുന്ന അക്വേറിയത്തിൽ എന്താ പറയുക, ഒരുപാട് മുള്ളുകളൊക്കെ നീട്ടിട്ടുള്ള മീനുണ്ടായിരുന്നു. പിന്നെ നോക്കി ഈ ഒരു വെള്ള കളർ മീൻ കണ്ടു. അങ്ങനെ ഒത്തിരി മീനുകളോടെ കണ്ടു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ആകെ കൺഫ്യൂഷനാണ് ഏതെടുക്കണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ മോനാണെങ്കിൽ ഈ ചെറിയ മീനിനോടാണ് അവന് താല്പര്യം, പിങ്ക് ഷെയ്ഡ്. പിന്നെ അതിലും പൊടിമീനുകളൊക്കെയാണ് കേട്ടോ. കണ്ടു എന്ത് ഭംഗിയാണ് കാണാനായിട്ടല്ലേ. നമുക്ക് ആക്ച്വലി ഈ ശരിക്കും മീനുകളെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. കാരണം മോൻ ഇപ്പോഴാണ് ഇത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഫൈറ്റർ ഇപ്പോൾ മനസ്സിൽ വന്നു കേട്ടോ. ഇങ്ങനെ ഫൈറ്റർ അവരിങ്ങനെ കവറിലാക്കി വെച്ചിട്ടുണ്ട്, ബ്ലൂവും മെറൂണും ഷെയ്ഡൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫൈറ്റർ എടുക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവൻ്റെ ഇഷ്ടമാണിപ്പോൾ നമ്മുടെ ഇഷ്ടം, കാരണം അവനാണല്ലോ മീനെ നോക്കാനുള്ളത്. അതുകൊണ്ടിട്ട് നമ്മൾ ഇങ്ങനെ ഓരോന്നൊക്കെ എടുത്ത് കാണിക്കാറുണ്ട്. അപ്പോൾ അവൻ്റെ മനസ്സിലെന്ന് പറയുന്നത് പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവൻ ആ യൂട്യൂബിൽ കണ്ടിരിക്കുന്ന മീൻ അവൻ ഇവിടെ കണ്ടിട്ടില്ല. അപ്പോൾ അവൻ അതാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ മെറൂൺ കളറൊക്കെ എടുത്ത് കൊടുത്തിട്ടൊന്നും അവനത് പറ്റുന്നില്ല. അവനത് വേണ്ട വേണ്ട എന്നാണ് പറയുന്നത്. പിന്നെയെന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് മീൻ വളർത്താനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ രീതികളും കാര്യങ്ങളും ഒന്നും തന്നെ നമുക്കറിയില്ല. അപ്പോൾ മീനെ വളർത്തുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ഫൈറ്റർ മീനാണ് നമ്മൾ ഏകദേശം എടുക്കാനായിട്ട് ഇപ്പോൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ പറഞ്ഞു തരുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും കേട്ടോ. ഇനി അങ്ങോട്ട് നമ്മൾ മീനിനെ വളർത്താൻ തന്നെയാണ് ഉദ്ദേശം കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് നമുക്ക് ഇതിനായിട്ടൊരു ബൗൾ വേണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം ചില്ലിൻ്റെ ബൗളാണ് എടുത്തത്. പിന്നെ മോനുള്ളത് കൊണ്ടിട്ട് നമ്മൾ ചില്ല് വേണ്ട, പ്ലാസ്റ്റിക് എടുക്കാമെന്ന് കരുതി, ഫൈബറിൻ്റെ എടുക്കാമെന്ന് കരുതിയിട്ട് ചേട്ടൻ പറഞ്ഞു ഫൈബർ മതി എന്ന് പറഞ്ഞു. ഇനി കുറച്ച് അങ്ങോട്ടായിട്ട് നമുക്ക് നല്ലതൊക്കെ എടുക്കാമല്ലോ. കാരണം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മുടെ മോൻ ഇതിനെ എങ്ങനെ നോക്കുമെന്ന് നമുക്കറിയില്ല. മിക്കവാറും അവൻ പീച്ചി കൂട്ടാൻ ചാൻസ് ഉണ്ട്, അവൻ അറിയില്ലല്ലോ. പിന്നെ ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോഴേക്കും ഒരുപാട് മീനുകൾ അവരിങ്ങനെ പുറത്ത് ഇതുപോലുള്ള ബാസ്ക്കറ്റിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പൊടി മീനുകൾ കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഒത്തിരി മീനുകൾ ഇവിടെ വെളിയിൽ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് നമ്മൾ ഈ ഫൈറ്ററിന് എന്ത് തീറ്റയാണ് കൊടുക്കുന്നതെന്നും നമുക്കറിയില്ലായിരുന്നു. നമ്മൾ ഈ ഷോപ്പിൽ വന്നിട്ട് നമ്മൾ ആ മീനിനുള്ള ഫുഡ് വാങ്ങിക്കാതെയാണ് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നത് കേട്ടോ. പിന്നീട് നമ്മൾ രണ്ടാമത് പോയിട്ടാണ് ഫുഡൊക്കെ മേടിച്ചതും കേട്ടോ. അപ്പോൾ നോക്കി ഒരുപാട് മത്സ്യങ്ങളുണ്ട്. പിന്നെ അത് തന്നെയല്ല, ഇതിലിടാനായിട്ട് ഭംഗിക്കുള്ള അലങ്കാരമായിട്ടുള്ള ഒരുപാട് സ്റ്റോൺസും പിന്നെ അതിലിടാനുള്ള ചെറിയ ചെറിയ എന്താ ഇലകൾ പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അതൊന്നും ഈ പ്രാവശ്യം വാങ്ങിയില്ല കേട്ടോ. കാരണം നമുക്ക് ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു, എങ്ങനെയൊക്കെയാവും എന്തൊക്കെയാവും എന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഷോപ്പിൻ്റെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴേക്കും ഒരുപാട് ടാങ്കുകളിൽ അവർ മീനെ വളർത്തുന്നുണ്ട് കേട്ടോ, സെപ്പറേറ്റ് ആയിട്ട് കേട്ടോ. അപ്പോൾ എന്തോരം മീനുകളാണ് ഇവിടെ. പിന്നെ ഭയങ്കരമായിട്ടും പൊടിയായിട്ടുള്ള മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചില്ല. കാരണം നമ്മൾ ആദ്യം നമ്മുടെ ഫൈറ്റർ എടുക്കണമല്ലോ എന്ന് കരുതി നമ്മൾ ഇതിന് വിലയൊന്നും ചോദിച്ചിട്ടില്ല. വീട്ടിൽ വന്നപ്പോഴാണ് പിന്നെ ഇതും കൂടെയൊക്കെ മേടിക്കായിരുന്നു എന്നൊക്കെ ചിന്തിച്ചത് കേട്ടോ. കാരണം ഇവന് വീട്ടിൽ വന്നപ്പോൾ പറയുവാണ് 2 മീൻ വേണം 2 മീൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ടോ. പിന്നെ എന്തായാലും അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും നമുക്കൊന്ന് മീനിനെയൊക്കെ ഒന്ന് വളർത്തി എങ്ങനെയാവുമെന്ന് നോക്കിയിട്ട് വേണം. കുറച്ചും കൂടെ നമ്മൾ ഒരുപാട് മീനുകളൊക്കെ മേടിച്ച് വളർത്താമെന്ന് കരുതിയിരിക്കുകയാണ് കേട്ടോ ഞാൻ. അങ്ങനെ വെളിയിൽ വന്നപ്പോഴേക്കും ഇവിടെ വന്നപ്പോഴേക്കും ചെറിയ കൊഞ്ചിൻ്റെ രീതിയിലുള്ള കൊഞ്ചല്ലേ, അതിന് കൊഞ്ചെന്ന് എന്താണ് പറയുന്നതെന്ന് നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ സെയിലിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നോക്കി നല്ല ഭംഗിയായിട്ടുള്ള ചെറിയ ചെറിയ പൊടിമീനുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ ഫൈറ്ററിനെ മേടിച്ച് നമ്മൾ നേരെ പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് നമ്മൾ ആ പാക്കറ്റ് പൊട്ടിച്ച് നമ്മൾ നമ്മുടെ ഈ ഒരു ബൗളിലേക്ക് സാധനം ഇടാൻ പോവുകയാണ്. അയ്യോ ഇത്രയും വെള്ളമുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചേട്ടനോട് ചോദിച്ചു എങ്ങനെയാണ് വാട്ടറിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ സാധാരണ നമ്മൾ കിണറ്റിൽ വെള്ളം യൂസ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടോ. അങ്ങനെ നമ്മളിതിലേക്ക് നമ്മുടെ നോർമൽ വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ച് സെറ്റാക്കി കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് നമ്മൾ ഇതിലേക്ക് ഇടാനുള്ള സ്റ്റോൺസും കാര്യങ്ങളൊന്നും നമ്മൾ ഈ പ്രാവശ്യം വാങ്ങിച്ചില്ല കേട്ടോ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ആകെ ഒരു
ഭയങ്കര വല്ലാത്തൊരു ഫീലായിരുന്നേ. അങ്ങനെ പിന്നെ നമ്മൾ നമ്മുടെ വെള്ളമൊക്കെ സെറ്റാക്കി കൊണ്ടുവന്നു കേട്ടോ. അപ്പം നമ്മൾ ഫൈറ്ററിനെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇനിയും കൂടുതലും മീനുകളൊക്കെ മേടിക്കണം എന്നാണ് നമ്മുടെ മനസ്സിൽ. കാരണം മോന് എത്രത്തോളം ഇതിനെ സൂക്ഷിക്കുന്നത് നോക്കിയിട്ട് വേണം ഇനി അടുത്ത മീനുകളൊക്കെ നമുക്ക് മേടിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നോക്കി നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഫൈറ്റർ കുട്ടനൊക്കെ ഉണ്ടോ. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ. അവൻ ഏതായാലും മനസ്സിൽ കരുതി മീനും കിട്ടിയില്ല കേട്ടോ. എന്തായാലും തൽക്കാലം ഇത് മതിയെന്ന് വെച്ചിട്ടോ. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതും കേട്ടോ. പുതിയ പുതിയ വീഡിയോകളായിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു, ബും.